കുനാഫ ഡോ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ചില സമയത്ത് ഷോപ്പിൽ പോയി ചോദിക്കുന്ന സമയത്ത് അവിടെ അവൈലബിൾ ആവില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റും ഇതിനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നേരെ പകുതി കോൺഫ്ലവർ, 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുതേ. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒട്ടും ലംസ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ബാറ്ററിൻ്റെ പണി. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഹോള് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം നൈസാകുന്നു അത്രത്തോളം നല്ലതാണ് നമ്മുടെ കുനാഫ ഡോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് ഒരു പത്തിരി തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ. അതിൽ ഇതുപോലെ റൗണ്ടിലാണ് നമ്മൾ ചുറ്റിച്ച് കൊടുക്കേണ്ടത്. എന്നാലേ കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും കേട്ടോ. കുറച്ച് സെക്കൻഡുകൾ വെച്ചാൽ തന്നെ ആയി കിട്ടും. കളർ ചേഞ്ച് ആകുന്ന മുന്നേ തന്നെ എടുക്കാം. നല്ല നൈസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഓരോന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കുനാഫ ഡോ നമുക്ക് കിട്ടും. ഞാൻ വലിയ പത്തിരി തവ എടുത്തത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ നമ്മളെ ചപ്പാത്തിയൊക്കെ ചുടുന്ന റൗണ്ടിലുള്ള തവയിൽ ചെയ്തെടുത്താലും മതി. കുറച്ചുകൂടി ടൈം എടുക്കുന്നുള്ളൂ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക്. സംഭവം അടിപൊളിയാണ്, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ടൊന്ന് ചിലവഴിച്ചാൽ മാത്രം മതി. പിന്നെ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ ഇപ്പോൾ പുഡിങ്ങിലേക്കായാലും ഒന്നും എടുക്കരുത് കേട്ടോ. ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റായതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ എടുക്കില്ല ആ രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും. ഇത് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കുനാഫ ഡോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീസറിലെടുത്ത കുനാഫ ഡോ ഈ രീതിയിലല്ലേ വരിക. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.